മകൾക്ക് സ്കൂട്ടർ എത്തിക്കാൻ പോയ പിതാവ് ലോറിയിൽ ഇടിച്ച് മരിച്ചു. ഗുരുവായൂർ വയനാട്ടിൽ പഠിക്കുന്ന മകൾക്ക് സ്കൂട്ടർ എത്തിച്ചു കൊടുക്കാൻ പോയ പിതാവ് വാഹന അപകടത്തിൽ മരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ റിട്ടയർഡ് പാപ്പാൻ താമരയൂർ എടത്തല രാഘവൻ 57 ആണ് മരിച്ചത്. മാനന്തവാടിയിൽ MSc വൈൽഡ് ലൈഫ് കോഴ്സിന് പഠിക്കുന്ന മകൾ ഗായത്രിക്ക് സ്കൂട്ടർ എത്തിച്ചു കൊടുക്കാനായി ഞായറാഴ്ച പുലർച്ചെ പോകുമ്പോഴാണ് ചങ്ങരംകുളത്തിനടുത്ത പാവിട്ടപ്പുറത്ത് വെച്ച് ലോറിക്ക് പിറകിൽ ഇടിച്ചത്. പെരുമ്പിലാവിലെയും പിന്നീട് തൃശ്ശൂരിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കഴിഞ്ഞ വർഷം ഡിസംബർ 31 വിരമിച്ച രാഘവൻ ഗുരുവായൂർ ദേവസ്വം സോഷ്യലിസ്റ്റ് എംപ്ലോയീസ് സെൻ്റർ നേതാവായിരുന്നു. ഭാര്യ ശാലിനി, മക്കൾ ശ്രീചിത്ര, ഗായത്രി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8 ഗുരുവായൂർ നഗരസഭ ശ്മശാനത്തിൽ. ഭാര്യയും 2 പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിലെ കുടുംബനാഥനാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചത്. എന്നുവെച്ചാൽ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ ചിന്തിച്ചിരുന്നെങ്കിൽ. ദീർഘദൂര ബൈക്ക് യാത്ര നന്നല്ല, അത് വളരെ റിസ്ക് പിടിച്ചതാണ്. മരണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. കാരണം 10,000-കണക്കിന് വാഹനങ്ങളെ മറികടന്ന് വേണം യാത്ര ചെയ്യാൻ. ഇവിടെ നോക്കുക, ഗുരുവായൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് 190 കിലോമീറ്ററുകളിൽ കൂടുതലുണ്ട്. അതിന് ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും വേണം. ഇതിനായി മാക്സിമം സ്പീഡിൽ ഇവിടെ നിന്ന് പോകും. അപ്പോൾ അപകട സാധ്യത വർദ്ധിക്കുകയാണ്. പകരം ഇദ്ദേഹം നേരിട്ട് പോകുന്നതിന് പകരം ഇത് പാർസൽ അയച്ചാൽ മതിയായിരുന്നു. 500-നും 1000-നും ഇടയിൽ ഉള്ള ഒരു ചാർജേ വരികയുള്ളൂ. അതുമൂലം ഈ അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ഉണ്ടായിരുന്നില്ല. എല്ലാ യാത്രകളും പരമാവധി കുറക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം ഓരോ വാഹനങ്ങളും നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ മാത്രം യാത്ര ചെയ്യുക.